നിങ്ങളൊരു ഓൺട്രപ്രണർ ആണോ? ഞാൻ എന്തായാലും ഒരു ഓൺട്രപ്രണർ ആണ്. ഞാൻ ഇപ്പോൾ ഓൺട്രപ്രണർ ആയിട്ട് അറൗണ്ട് 3 to 4 years ആയി. അപ്പോൾ എൻ്റെ കമ്പനി എങ്ങനെ ഞാൻ ഇവിടേക്ക് എത്തിച്ചു എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കും അതേപോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇൻഫോർമേഷൻസ് ആയി ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് റിച്ച് ആവണം. ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് റിച്ച് ആവണം, 6 മാസം കൊണ്ടാവണം, 1 കൊല്ലം കൊണ്ടാവണം. ഫസ്റ്റിലെ ഞാൻ പറയാം, നമ്മളെ കമ്പനി തുടങ്ങിയിട്ട് ഏകദേശം 4 to 5 years ആയി. ഓക്കെ, ഒഫീഷ്യലി 3 years ആയി, പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് 4 to 5 years ആയി. നമ്മൾ ഇപ്പോഴാണ് നമ്മൾ സ്റ്റേബിളായിട്ട് പോകാൻ വേണ്ടി തുടങ്ങി. ഈ കഴിഞ്ഞ 4-3 വർഷങ്ങളായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള സ്ട്രഗിൾസിലായിരുന്നു. ചില മാസങ്ങൾ പൈസ ഉണ്ടാവില്ല, ചില മാസങ്ങൾ നമ്മൾ കൈ കൊണ്ട് പൈസ എടുക്കണം, ചില മാസങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ് കിട്ടൂല, അവിടെ നമുക്ക് സജഷൻ ആൾ വേണ്ടി വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്തി പ്രോസസ്സാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ചടയ്ക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇറങ്ങുന്ന സമയത്ത് വലിയ അടിപൊളിയൊക്കെ ഉള്ള രീതിയിൽ അത്രയും പൈസ ഒക്കെ ലോണൊക്കെ എടുത്ത് അല്ലെ വീട്ടിലത്തെ സ്വർണ്ണമൊക്കെ വെച്ച് നമ്മൾ അത്രയും കടമൊക്കെ വാങ്ങിയിട്ടായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ടോ ആ ബിസിനസ് നമുക്കൊന്ന് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് വീട്ടാൻ വേണ്ടി ഗൾഫിൽ പോകണം, ഇവിടെ പോകണം, എന്നിട്ട് പിന്നെ നമ്മുടെ ലൈഫ് മൊത്തം പോയി ബിസിനസ് ചെയ്തൊക്കെ ഫ്ലോപ്പായി നമ്മൾ മെന്റലി നമ്മൾ ഡൗൺ ആവും. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ അടിപൊളിയായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 0 കോസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമ്മൾ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലാസ് ഒക്കെ എടുത്ത് അതിൻ്റെ കുറച്ച് എമൗണ്ട് ഒക്കെ സേവ് ചെയ്ത് വെച്ച് മെല്ലെ പതിയെ വന്നതുകൊണ്ട് നമുക്ക് അധികം വലിയ കടങ്ങളോ കാര്യങ്ങളോ നമുക്കില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ ഇപ്പോൾ ഗ്രോ ചെയ്യുക എന്നുള്ളതിന് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു പുതിയതായി നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ്. അല്ലാതെ നമുക്കൊക്കെ റെഡി ആയിട്ട് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങളോട് പറയാനുള്ളത് ടൈമിൻ്റെ കാര്യമാണ്. ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം എത്ര ടൈം എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ എംപ്ലോയി അല്ല, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ നമുക്ക് 24 hours നമ്മൾ അവൈലബിൾ ആയിരിക്കണം. കാരണം സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് എല്ലാത്തിലും നമുക്ക് പങ്കെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബിസിനസ് റൺ ആവില്ല. ഫസ്റ്റ് ഫോക്കസ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ബിസിനസ്സിനായിരിക്കണം. ദെൻ ആഫ്റ്റർ ആയിരിക്കണം നിങ്ങൾ ബാക്കിയുള്ളതിനൊക്കെ ഫോക്കസ് കൊടുക്കേണ്ടി. വലിയ ആൾക്കാരൊക്കെ ഒന്ന് ഇവിടെ എത്തിയത് എന്താണെന്ന് വെച്ചാൽ എത്രയും എഫേർട്ട് ഇട്ടതിനെ കൊണ്ടാണ്. ആര് വെറുതെ എന്നേ വരെ വെറുതെ ഒരു റിസ്ക് എടുക്കാതെ ടോപ്പ് ലെവലിലേക്ക് പൈസക്കാരൊന്നും ആരും ആയിട്ടില്ല, അല്ലെങ്കിൽ റിച്ച് ഒന്നും ആരും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം അറ്റ്ലീസ്റ്റ് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അതേപോലെ തന്നെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലോങ് ടേം ആണ്. ഇത് നമുക്കൊരു സഡനായിട്ട് നമുക്കൊരു പൈസ ക്യാഷ് ഫ്ലോ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓരോ തെറ്റുകൾ ഉണ്ടാവുക, തെറ്റുകൾ പഠിക്കണം, കാര്യങ്ങൾ ചെയ്യാം, റിസർച്ച് ചെയ്യാം. ഇതൊക്കെ ചെയ്താലേ ഒരു ബിസിനസ് സക്സസ് ആവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നമ്മളെ കമ്പനീൻ്റെ നടന്ന കാര്യങ്ങളെ കുറിച്ചും കണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതേപോലത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ നമുക്ക് ഇതിനെക്കാട്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്തത് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.